എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആക്ച്വലി ഞാൻ എൻ്റെ വ്ളോഗ് എടുത്തതിന് ശേഷമാണ് ഈ ഒരു ഇൻട്രോ എടുക്കുന്നത്. അതായത് വേറൊന്നല്ല, നമുക്കൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, തമിഴ്നാട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ കുറച്ച് പേര് കൂടി ഉണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതൊക്കെ പാലക്കാട് നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുമ്പോഴാണ്. സോ അതിന് മുന്നേയുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അവിടുത്തെ ഒരു അമ്പലത്തിലായിരുന്നു നമുക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നത്. ഈ ഒരു യാത്രയിൽ എനിക്ക് പറ്റാവുന്ന പോലെ ഞാൻ നല്ല നല്ല മൊമെൻറ്റ്സും നല്ല നല്ല കാഴ്ചകളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പല പ്രോഗ്രാമിനും പോയപ്പോഴൊന്നും ഇതുപോലെ വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. സോ ഈ ഒരു യാത്രയിൽ ക്യാപ്ചർ ചെയ്ത പല മൊമെൻറ്റ്സും ഈ കാണുന്ന നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയില്ല, പക്ഷേ എൻ്റെ കൂടെ വന്ന ആൾക്കാർക്ക് ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ നല്ലൊരു മെമ്മറീസ് ആയിരിക്കും ഉറപ്പായിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ പാലക്കാടേക്ക് എത്തി. അങ്ങനെ ഒരു 5:30-6 മണിയാകുമ്പോഴാണ് ട്രെയിൻ ഓപ്പൺ ആയത്. കയറിയപാട് നമുക്ക് എല്ലാവർക്കും സീറ്റ് കിട്ടിയായിരുന്നു. അങ്ങനെ പാലക്കാട് നിന്ന് വിട്ടു. പിന്നെ കണ്ട കാഴ്ചകളൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളി വ്യൂ ആയിരുന്നു. ട്രെയിനിൽ നിന്ന് പോകുമ്പോൾ എല്ലാവരും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ അങ്ങോട്ട് എത്തുമ്പോൾ ആ കാണുന്ന മലയിലൊക്കെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. ആ കാണുന്നൊരു വെള്ള പോലത്തെ ഒരു സംഭവമൊക്കെ വെള്ളച്ചാട്ടമാണ്. പക്ഷേ ക്യാമറയിൽ നമുക്ക് അത്ര ക്ലിയർ ഇല്ല. പക്ഷെ നമുക്ക് ട്രെയിനിൽ നിന്ന് പോകുമ്പോൾ പക്ക നമുക്കത് കാണാൻ പറ്റുന്നുണ്ടായി. ഇവരൊക്കെയാണ് എൻ്റെ ടീം മെമ്പേഴ്സ്. ഞാൻ ഷൂട്ട് ചെയ്യുന്നെന്ന് വിചാരിച്ച ആൾ ഭയങ്കര അഭിനയിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി കുറച്ച് പേരൊക്കെ കിടന്ന് ഉറക്കമായിരുന്നല്ലേ, അപ്പോൾ അതൊന്നും ഷൂട്ട് ചെയ്യാൻ നിന്നിട്ടില്ല. എല്ലാ സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ചില സ്റ്റേഷനിലൊക്കെ ഞങ്ങളെല്ലാവരും ഉറക്കമായിരുന്നു. പറ്റാവുന്ന പോലെ ഓരോരോ സ്റ്റേഷനും പ്രത്യേകിച്ചൊന്നുമില്ല സ്റ്റേഷനിൽ. പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോഴുള്ള വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുതലമട സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ് ഈ ഒരു സ്റ്റേഷൻ്റെ പ്രത്യേകത എന്താണെന്നാൽ, നമ്മുടെ വെട്ടം, ദിലീപ് ഏട്ടൻ്റെ വെട്ടം സിനിമ ഷൂട്ട് ചെയ്തു. അത് കൂടാണ്ട് ഇവിടെ പല സിനിമകളും ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു ലൊക്കേഷൻ തന്നെയാണ്. ഹൃദയം മൂവി, അതുപോലെ തന്നെ ആടുജീവിതത്തിലെ കുറച്ച് ഷോട്ടൊക്കെ ഈ ഒരു ലൊക്കേഷനിൽ എടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ ഇറങ്ങിയതിന് ശേഷം ഒരു സെക്കൻഡ് പോലും നമുക്ക് നിന്നൊരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മളെല്ലാവരും ഒന്ന് ചാടി ഇറങ്ങുമ്പോഴേക്കും ട്രെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു.
ഗൈസ് നല്ല കാറ്റായിരുന്നു. ഈ ഒരു സ്ഥലം അടിപൊളി വൈബായിരുന്നു. കാറ്റെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നല്ലോ, അടിപൊളി കാറ്റായിരുന്നു. ഗൈസ് അങ്ങനെ ഞങ്ങൾ പഴനി എത്തിയിട്ടുണ്ട്. ആ ഒരു കാണുന്നതാണ് പഴനി ടെമ്പിള്. അങ്ങനെ ഞങ്ങൾ തൃച്ചെന്തൂർ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മളൊന്ന് ഫ്രഷപ്പൊക്കെ ആയി എന്നിട്ട് നമുക്ക് നമ്മുടെ ലൊക്കേഷനിലേക്ക് പോകണം. അപ്പോൾ അതിനുള്ള വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തി. അവർ ഞങ്ങൾക്ക് ഫുഡൊക്കെ തന്നായിരുന്നു. ഒരു ഈവനിങ് ആയിരുന്നു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത്. സദ്യ ആയിരുന്നു. ഇതാണ് ഞങ്ങളുടെ റൂം. ഫുള്ള് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം നമ്മളതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു. നൈറ്റ് ഒന്ന് നമ്മൾ പുറത്തൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വെച്ച് അങ്ങനെ നടന്നതാണ്. അമ്പലത്തിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ എന്നിട്ട് നൈറ്റ് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോയി. ദോശയും ചട്നി പിന്നെ ഉള്ളിക്കറി ചോറാന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും ഒരു അച്ചാറ് പാക്കറ്റ് വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചാദ്യ റൂമിലേക്ക് പോവുകയാണ്. സ്റ്റേജിൽ അപ്പോഴാണ് അവരൊരു കാഴ്ച കണ്ടത്. അവർ എന്തൊക്കെയോ ചൊല്ലുന്നുണ്ട്. ഞങ്ങൾക്കാരുടെ ലാംഗ്വേജ് ഒന്നും അറിയില്ല, ആർക്ക് ഞങ്ങളെ ലാംഗ്വേജും അറിയില്ല. ഇതാണ് ആ ടെമ്പിളിൻ്റെ കവാടം. ഫുള്ള് ചുറ്റും ഡെക്കറേഷനാണ്. റോഡ് സൈഡ് മൊത്തം ഡെക്കറേഷനാണ്. നാളെ നമുക്ക് രാവിലെ പ്രോഗ്രാമാണ്. അപ്പം ഇന്ന് ഫുള്ള് ടയേർഡ് ആയതുകൊണ്ട് ഞങ്ങളൊക്കെ നേരത്തെ കിടന്നുറങ്ങി. വേറെ വീഡിയോസൊന്നും എടുത്തില്ല. ഇതാണ് ഞങ്ങളുടെ രാവിലത്തെ കോസ്റ്റ്യൂം. 2 കോസ്റ്റ്യൂമാണ് ഉള്ളത്. നൈറ്റ് വേറെ, രാവിലെ വേറെ. എല്ലാവരും സെറ്റായി നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ് അവിടെ അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ. ഇവിടുത്തെ ഈ ഒരു അമ്പലത്തിലെ പ്രോഗ്രാമിൻ്റെ ഓരോ ആചാരങ്ങളൊക്കെ ആയിരിക്കും. ആണുങ്ങൾ വേഷം കിട്ടുക എന്ന് പറയില്ലേ നമ്മളെ നാട്ടിൽ, അതുപോലെയാണ്. ആ കാണുന്നതൊക്കെ ആണൊരു പെണ്ണിൻ്റെ വേഷം കെട്ടി നടക്കുവാണ്. ഇതുപോലത്തെ ഓരോ വേഷങ്ങൾ ഞങ്ങൾ ഇടയിലിടയിൽ കണ്ടായിരുന്നു. പിന്നെ ഇവരൊക്കെ ഇങ്ങനെ പാത്രങ്ങൾ എറിഞ്ഞ് ഉടക്കുന്നുണ്ട്, പിന്നെ ആൾക്കാരെ ഒന്ന് പേടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. പിന്നെ അമ്പലത്തിൽ നിന്നുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ടു. ഇതൊക്കെ ഇതേപോലെ ഓരോ വേഷം കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഡാൻസിന് ടൈമായി. അപ്പോൾ അവർ വിളിച്ചായിരുന്നു അങ്ങോട്ടേക്ക് പോകാൻ. ഞങ്ങളുടെ ഡാൻസ് കാണാം. ഫുള്ളായിട്ട് ഇട്ടില്ല, കുറച്ച് ഷോർട്ട് മാത്രം ഇട്ടിട്ടുണ്ട്.
ഇനി കുറച്ച് നേരത്തേക്ക് റെസ്റ്റ്. ഇനി ഞങ്ങൾ ഓരോരോ വീട്, അതായത് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പോയി വേണം കളിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി പ്രോഗ്രാമിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. നൈറ്റായി ടൈം. ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വന്നേക്കുക. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി നൈറ്റിലെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ. പരിപാടിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നാട്ടിലേക്ക് പോകലായി. ഉച്ചയ്ക്കാണ് ട്രെയിന്. അടിപൊളിയായിരുന്നു ഇവിടുത്തെ ഒരു പ്രോഗ്രാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.
ഇന്നലെ ഈ അമ്പലത്തിൽ ഭയങ്കര ആൾക്കാരും സൗണ്ടും എല്ലാം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആകെ നിശബ്ദമായിട്ടുള്ളത്. നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും ലഗേജൊക്കെ എടുത്തിട്ട് തന്നെയാണ് പോകുന്നത്. കാരണം അതുവഴി തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഈ ഒരു കട മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവിടെ നിന്നാണ് അച്ചാറും നമ്മളെ ലേസ് പിന്നെ വെള്ളം ഇതൊക്കെ നമ്മൾ ആവശ്യങ്ങളുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ ഈ പോകുന്ന ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെ കോർഡിനേറ്റ് ചെയ്യാൻ ഇവിടെ ഉണ്ടായ ചേട്ടനാണ്. ഭയങ്കര പാവാണ് കേട്ടോ ആള്. പിന്നെ ഈ കാണുന്നതാണ് ഇവരുടെ വ്രതം മുറിക്കൽ. അതായത് ഈ ഒരു അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞതിന് ശേഷം അവർ വ്രതം മുറിക്കുന്നത്. അത് മട്ടനാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരു ചേട്ടനെ പറ്റിയിട്ട്. ചേട്ടനാണ് നമുക്ക് ഇവിടെ എല്ലാ സഹായങ്ങളും ചെയ്തു തന്നത്. ചേട്ടനെ ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. കാരണം ഞങ്ങളുടെ സ്വന്തം ചേട്ടനെ പോലെയായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടിയിട്ടെല്ലാം ഞങ്ങളുടെ അടുത്ത് ചോദിച്ച് ഞങ്ങൾക്ക് വേണമെന്നൊക്കെ വാങ്ങിച്ചു തന്ന് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ത്രൂ ഔട്ട്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് എത്തി. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാർ പിന്നെ റോസ്റ്റിൻ്റെ ഒരു നമ്മൾ ഗ്രേവി ഇല്ലേ, ആ ഗ്രേവിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കില്ലേ അവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയാണ് കഴിക്കുകയെന്ന്. പക്ഷേ ഈ ഒരു അമ്പലത്തിൽ ഇവരൊരു ഫുഡ് നമ്മളുണ്ടായി ഇത്രയും ദിവസം നല്ലൊരു ഫുഡായിരുന്നു. എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ ടീമിനും അടിപൊളിയായിരുന്നു. ആർക്കൊരു ഇഷ്ടക്കേടോ അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുകയാണ്. ഞങ്ങളുടെ വണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ. അതുകൊണ്ട് നമ്മളിങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമുക്ക് ഈ ഒരു തുമ്പീനെ കിട്ടിയത്. ഞങ്ങളുടെ നാട്ടിൽ കെണിയെന്നാ പറയുക. ആ തുമ്പിനെ നമ്മൾ പറത്തി വിട്ടിട്ടും അത് ഞങ്ങളെ വിട്ട് പോകുന്നുണ്ടായില്ല. അത് പിന്നെയും പറന്ന് ഞങ്ങളുടെ അടുത്തേക്ക് തന്നെയാണ് വന്നത്. മിഷൻ സക്സസ്. ഈച്ചല്ലേ സോറി, തുമ്പി 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 കല്ലെടുക്കും തുമ്പി. അത് വീടല്ലേ പാവല്ലേ. മോള് വെച്ചാ വരും ഏടെ പോലും എടുത്ത തന്നെ വരും. അതാണ് ഇങ്ങനെ വരും. അങ്ങനെ ഞങ്ങളുടെ വണ്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ബായ് പറഞ്ഞ് പോവുകയാണ്. ഈ ഒരു നാട്ടിൽ നല്ലൊരു നാടായിരുന്നു, നല്ല നല്ല ആൾക്കാരായിരുന്നു. ചേട്ടൻ ഞങ്ങളെ ട്രെയിൻ കയറ്റിയിട്ടാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ ഞങ്ങളുടെ സ്റ്റേഷനെത്തി. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിന്. ഞങ്ങളുടെ ലഗേജൊക്കെ വണ്ടിയിൽ വെച്ച് ഞങ്ങൾ കുറച്ച് പേര് സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അടുത്ത് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ട്രെയിനിൽ നിന്ന് ഇനിയിപ്പോൾ കയറിക്കഴിഞ്ഞ് നാടെത്തുന്നവരെ വേറെ ഒന്നും കിട്ടത്തില്ല. ഇതാണ് ഞങ്ങളുടെ ട്രെയിന് പോകേണ്ടത് പാലക്കാടേക്ക്. ഇതാണ് മാർക്കറ്റ്. ഇവിടുത്തെ അത്യാവശ്യം എല്ലാം ഉണ്ട് ഈ ഒരു മാർക്കറ്റിൽ, കുഴപ്പമില്ല. പക്ഷേ ഫ്രൂട്ട്സിനൊക്കെ ഭയങ്കര റേറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് തന്നെ വാങ്ങിച്ചു ട്രെയിനിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തിരിച്ച് നമ്മൾ ട്രെയിനിലേക്ക് തന്നെ എത്തി. സ്വപ്പം മ്യൂസിക് കേൾക്കാം.
മായക്കൈ കൊട്ടും മാനച്ചന്തം പൊന്നാമ്പൽ സമയം നിന്നാണച്ചിമിഴിൽ കണ്ടീല മഴയായി പെയ്തടി ആരീരാരം വിടരല്ലേ മണിമുത്തേ കൺമണി മൊഞ്ചൊന്ന് പാടുവാൻ ഒപ്പരയ്ക്കു നീ കൂടുവാൻ മൈലാഞ്ചി മൊഞ്ചൊന്ന് പാടുവാൻ എത്രമാത്രം എന്നാഗ്രഹങ്ങളിൽ ഓടി വെച്ചുവെന്നോ എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരൻ മുല്ല മൊട്ടിലോറും വീട്ടുവാനുള്ള തന്ത്രികൾ പൊട്ടുമെന്ന പോലെ കൊണ്ടെടുത്തു നീ വന്നുവെങ്കിലും കൈതൊടാഞ്ഞതെന്തേ ലാലനങ്ങളിൽ മൂളുവാൻ കൈതാളമിട്ടൊന്നു പാടുവാൻ ലാലനങ്ങളിൽ മൂളുവാൻ കൈതാളമിട്ടൊന്നു പാടുവാൻ എന്റെ മാത്രം എന്നാഗ്രഹങ്ങളെ മൂടി വെച്ചുവെന്നോ എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാർ. തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് മുതലമട സ്റ്റേഷനിൽ കുറച്ച് ടൈമെങ്കിലും നിർത്തിയിട്ടുണ്ടായിരുന്നു. പോകുമ്പോൾ അങ്ങനെ പറ്റിയിട്ടൊന്നും ഉണ്ടായില്ല. കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റി, പക്ഷേ ഇരുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാലക്കാട് എത്തി. നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. മാളൂസ് വെയിറ്റ് ചെയ്യാന്ന് ഫുഡിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരാളെ ഫുഡ് എത്തിയിട്ടുണ്ട്. എല്ലാവരും കൂടെ ഷെയർ ചെയ്യിക്കാന്ന് വിചാരിച്ചു. തിരിച്ച് ഞങ്ങൾ പാലക്കാട് സ്റ്റേഷനിലേക്ക് എത്തി. അതിനുശേഷമുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ആകെ എല്ലാവരും ടയേർഡായിരുന്നു. വീഡിയോസ് എടുക്കാനുള്ള മൂഡൊന്നും ഉണ്ടായില്ല. നമ്മൾ പിന്നെ ട്രെയിൻ വന്നു. അങ്ങനെ ട്രെയിൻ കയറി. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.